ഇതെന്തത്? വിശേഷമുണ്ട്. ഇന്നെന്റെ പിറന്നാളാ. ആ കഴിഞ്ഞ മാസം ലഡു കഴിക്കും. ഇത് പിറന്നാളാകുമ്പോ നമ്മൾ ലഡു അല്ലേ കഴിക്കും. കഴിഞ്ഞ മാസം ഡേറ്റിലുള്ള പെരുന്നാൾ. ഇതിപ്പോ 4 സുരേഷേടാ. ആ ഓബി കയറോടാ. എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇല്ല, സീനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ, അത് വേണ്ടാന്ന് വെച്ചേട്ടാ. അതെന്ത് പറ്റി? അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഫോൺ പിടിയിൽ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അത് വീട്ടുകാരെ തമ്മിൽ സംസാരിച്ചത് വേണ്ടാന്ന് വെച്ചു. പോയത് പോട്ടല്ല ഇപ്പം പറയണ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലിയുടെ ശരിയായില്ലോട്ടാ. അപ്പം അത് ഇപ്പോൾ പോകാനുള്ള ഇത് റെഡിയായി. അപ്പം പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങണം. ശമ്പളം പറഞ്ഞിട്ട് അത് ഏകദേശം ചിലവ് കഴിഞ്ഞിട്ട് 1 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. ഓ നീ രക്ഷപ്പെട്ടു. ശാന്തിയെ, മനസ്സിനൊരു സമാധാനമില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. എന്താ പ്രശ്നം? നമ്മൾ ചുറ്റുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെടണം. നീയോ? നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ ഒപ്പത്തിന് വരുമ്പോൾ അതിനൊരു ബന്ധനം വേണം. പരിഹാരമുണ്ട്. ഞാനേ മന്ത്രിച്ചൊരു പൊടി തരാം, അത് അവർക്ക് കലക്കി കൊടുക്കാം. എന്താ വിളിച്ചത് വേറെ ഒന്നല്ല. എന്തായി നിന്റെ കാര്യങ്ങള്? ഇല്ല, അതിപ്പോ 2 ദിവസം അങ്ങോട്ട് പോകാറുള്ളൂ. ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നേ കഴിക്കുന്നേ കഴിക്കാം. ശാന്തി, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ പ്രശ്നം? എനിക്കൊരു 10 വർഷമായിട്ടൊരു സ്നേഹബന്ധമുണ്ട്. ഞാനാണെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. വീട്ടുകാരറിഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നുമില്ല. എങ്ങനെയും ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ശാന്തി എനിക്കത് ചെയ്തു തരണം. പരിഹാരമുണ്ട്. കുട്ടി പറഞ്ഞ അവൻ എല്ലാ കാര്യങ്ങളും കേൾക്കുമോ? ഞാൻ പറയണത് മാത്രമേ അവൻ കേൾക്കുള്ളൂ. ഞാനേ മന്ത്രിച്ചൊരു സാധനം അങ്ങോട്ട് തരാം, അത് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമോ? അത് ഞാൻ കഴിപ്പിച്ചോളാം. പരിഹാരം ഉണ്ടാവും. ഒരാളുടെ വളർച്ച തടയാനായിട്ട് ഇതുകൊണ്ടൊക്കെ സാധിക്കുമോ? ഇതൊക്കെ സത്യമാണോ? സത്യമാണെന്ന് ചോദിച്ചാൽ ഇതിൽ കുറേ അനുഭവസ്ഥരുണ്ട്. പിന്നെ മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും എത്രയുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു സമ്പ്രദായം എന്നും മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും. ചേട്ടൻ അപ്പോൾ ഈ സാഹചര്യം എങ്ങനെ മറികടന്നേ? ഇതിനെ മറികടക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പക്ഷെ ഞാനത് മറികടന്നു. ഇത് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ വിധി നേരെ തിരിച്ചായിരുന്നു.